ഇപ്പളെ രാവിലെ ഭയങ്കര തിരക്കാട്ടോ, സ്കൂളിൽ പോവാനുള്ള തിരക്കാണ് മോനെ. അതാ ചോറ് ഇതാ ആയി. ചോറ് വാർത്തച്ചു. പിന്നെ ഇതാ ഞാൻ സ്ഥിരം ചമ്മന്തി, ഉള്ളിച്ചമ്മന്തി, ഉള്ളിയും തക്കാളിയും കൂടി ഇട്ടിട്ടുള്ളത്. പിന്നെ സോയാബീൻ കറി ഉണ്ടാക്കണം. അതിനിതാ ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്താ പറയാ, ദോശ ഉണ്ടാക്കണം. അപ്പൊ മോൻ പറയണ അവന് സോയാബീൻ കറി ദോശയ്ക്കും വേണമെന്ന്. അപ്പൊ ലേശം വെള്ളം പോലെ ഉണ്ടാക്കണം. രാവിലെ 4:45 നീച്ചതാട്ടോ. അപ്പൊ ഇന്നലെ തന്നെ പൈപ്പിൽ വെള്ളം വന്നു. പൈപ്പൊക്കെ ശരിയാക്കി വെള്ളമൊക്കെ വന്നു പൈപ്പിൽ. 4:45 നീച്ചിട്ട് പൊരിഞ്ഞ പണിയായിരുന്നു, അടിക്കലും കഴുകലും മോറലൊക്കെ ആയിട്ട്. കാരണം 3-4 ദിവസം വെള്ളം കമ്മിയല്ലേ ഉണ്ടായിരുന്നത്. അപ്പൊ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കർക്കിടക സംക്രാന്തിയുടെ പണിയല്ലേ, അപ്പൊ വെള്ളം നല്ല സ്പീഡിലെ വെള്ളം. അപ്പൊ കുറെ പണികൾ രാവിലെ നീച്ചിട്ട് ചെയ്തു. മുഴുവനും ചെയ്യാൻ പറ്റിയില്ല, കുട്ടിക്ക് സ്കൂളിൽ പോണ്ടേ. അപ്പൊ വേഗം അടുക്കളയിലേക്ക് വന്നതാ. ഒന്നും ചെയ്തിട്ടില്ല, വേഗം വിളക്ക് വെക്കലും കഴിഞ്ഞു, ഇങ്ങോട്ട് പോന്നു. 8:30 അവന് പോണം. അപ്പൊ ഇനി പുറത്ത് പണി നിർത്താൻ നിന്നാ നേരം വെള്ളം. അപ്പൊ വേഗം പോന്നു. സോയാബീൻ മറ്റേ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുക, വേഗം ആവാൻ വേണ്ടിട്ടേ. അല്ലെങ്കിൽ ആവൊക്കെ ചെയ്യും, 2 അടുപ്പല്ലേ. അപ്പൊ വേഗം അങ്ങനെ ആവുമ്പോ എന്താ പറയാ, വേഗം ആയി കിട്ടില്ല. അപ്പൊ വേഗം ഒഴിയാൻ വേണ്ടി, ആവാൻ വേണ്ടിട്ട്, ഒഴിയാനല്ല, വേഗം ആവാൻ വേണ്ടി കുക്കറിൽ അങ്ങനെ ആക്കും. 2 അടുപ്പത്ത് കുളിക്കാൻ ചൂടുവെള്ളം വെക്കണം, ചായ വെക്കണം, ചോറ് വെക്കണം, എന്തൊക്കെ പണികളാ. അപ്പൊ വേഗം വേഗം പെട്ടെന്ന് ആവണ കാര്യങ്ങളൊക്കെ ചെയ്യാം. വേഗം വേവ് എങ്ങനെ അങ്ങനെ ചെയ്യും. ഇന്ന് രാവിലെ നീച്ചപ്പോഴേ ദോശമാവ് മുഴുവനും തിളച്ച് ഇവിടെയൊക്കെ പോയിരുന്നു. എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. ഇന്ന് രാവിലെ നീച്ചപ്പോ ദോശമാവ് കൂടെ പോയിരുന്നത്. നന്ദേട്ടൻ വർക്ക് ചെയ്യാൻ ഇരുന്നതാട്ടോ കമ്പ്യൂട്ടറിന്. ഞാൻ വിളിച്ചിട്ട് വന്നതാ, എന്നിട്ടാ വീഡിയോ എടുക്കാൻ വരുമെന്നും പറഞ്ഞിട്ട്. ഇനി എന്താ പറയാ, ഇന്നിപ്പോ രാവിലെയൊക്കെ ഒരു കുഴപ്പമൊന്നുമില്ല, നല്ല വെയില് പോലെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതാ മഴ തുടങ്ങി. കുട്ടികൾ സ്കൂളിൽ പോകാൻ തുടങ്ങി, അപ്പൊ മഴയും. കുട്ടിക്കാണെങ്കിൽ 2 ബസ് കയറിയിട്ട് സ്കൂളൊക്കെ എത്തണം. നനഞ്ഞിട്ട് അവിടെ പോയിരിക്കുക പറഞ്ഞ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അതങ്ങനെ ആവട്ടെ. ഇനി ഇന്നലെ സബോള വാങ്ങിക്കൊണ്ടിട്ടുണ്ട്. എത്ര എന്നത്തെ സബോളക്ക് വരാം? 3.5 കിലോ 100 ഇതാ വാങ്ങി. 3.5 കിലോ വാങ്ങിക്കൊണ്ടിരുന്നു. കാരണം ഞങ്ങക്ക് സബോളക്ക് നല്ല ചെലവാ. വെറും ഈ ഉള്ളിമുളകും കുത്തി വറുത്തിടുന്ന പരിപാടിയല്ലേ. ഉപ്പേരിക്ക് ഉള്ളിമുളകും കുത്തി വറുത്തിടുക, ചമ്മന്തിക്ക്. അപ്പൊ സബോള വാങ്ങുമ്പോ അങ്ങനെ തോനെ വാങ്ങിട്ട് വരും. അപ്പൊ കുറച്ച് ദിവസം എത്തല്ലോ. ഇനി അത് അതിലാക്കി വെക്കണം. സ്റ്റാൻഡിൽ ഇട്ട് വെച്ചിട്ടില്ല. ലേശം മല്ലിപ്പൊടി ഇടണം. മോന് മല്ലി അധികം ഇഷ്ടല്ല, അപ്പൊ ഒരു ലേശം ഇടുള്ളൂ. മല്ലിയുടെ ചൊവ്വ അച്ഛനും ഇഷ്ടല്ല, മോനും ഇഷ്ടല്ല. കുരുമുളക് പൊടി എടുക്കട്ടെ. കുരുമുളക് പൊടി ഇടും ലേശം. വലിയ കുക്കറിലാ സോയാബീൻ വെച്ചിരിക്കുന്നത്. സ്കൂളുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനത്തെ പരിപാടിക്ക് വേഗം ആവുള്ളൂ. കാരണം ഇതൊക്കെ അടുപ്പത്ത് വെച്ചാവുമ്പോഴേക്ക് നേരം വരും. അപ്പൊ പിന്നെ വേഗം വേവണ കാര്യങ്ങളാണ് നല്ലത്. പിന്നെ എന്തൊക്കെ, എല്ലാവരുടെയും രാവിലെ സ്കൂളിൽ പോകുമ്പോ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഒരുങ്ങിയോ? ഞാനിപ്പോ ഇവിടെ രാവിലെ തന്നെ എനിക്ക് പറഞ്ഞ എന്താ പറയാ, വെപ്രാളാണ്. ആവില്ലേരിക്കും. അപ്പൊ ഞാൻ കടന്ന് പൊരിയും. മുന്നേ അങ്ങനെ പൊരിഞ്ഞിട്ട് എപ്പോഴും ഇവിടെയും പൊള്ളാറുണ്ട്, ചീഞ്ചട്ടിയുമ്പോ കൈ കൊണ്ടിട്ട്. പിന്നെ അതല്ലേ നടക്കാനും പോണ്ടേ. ഇപ്പൊ മോൻ ദൂരെ കൊണ്ടാണ് നടക്കാൻ പോകുന്നത്. ഞങ്ങൾ വൈകുന്നേരം ആക്കി നടക്കല്. അപ്പൊ നടക്കാൻ പോക്ക് എങ്ങാനും മുടങ്ങും വിചാരിച്ചിട്ട് അടുക്കളയിൽ കിടന്ന് പൊരിയും. എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ പൊള്ളും. ഇപ്പൊ പിന്നെ അതില്ല. എന്നിട്ടും പറയും മെല്ലെ ചെയ്താൽ മതി, പൊരിയേണ്ട ആവശ്യമൊന്നും ഇല്ല പറയും. അപ്പൊ മെല്ലെ ചെയ്യുന്നു. അപ്പൊക്ക് മനസ്സിലായി മെല്ലെ ചെയ്താലും വേഗം ആവുന്നു. എന്റെ വിചാരം കിടന്ന് പൊരിഞ്ഞു കഴിഞ്ഞാൽ വേഗം ആവല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ കിടന്ന് ഇങ്ങനെ പൊരിയും. ആവില്ലേ, കുട്ടിക്ക് കറക്റ്റ് സമയത്ത് പോവാൻ പറ്റില്ലായിരിക്കുമെന്ന് വിചാരിച്ചു. അപ്പൊ
ദോശ ഞങ്ങളുടെ ഇന്നത്തെ കാര്യങ്ങളാണ്. ദോശ, ചമ്മന്തി രാവിലെ, പിന്നെ സോയാബീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ മുതിരപ്പേരി ഉണ്ട്. ഉച്ചയ്ക്കും കൂട്ടാന്റെ കാര്യം തീരുമാനിച്ചിട്ടില്ല കേട്ടോ. ചിലപ്പോ കറി വെക്കില്ല, കാരണം എനിക്ക് പണികൾ കുറച്ചുണ്ട്. വീട് വൃത്തിയാക്കും കാര്യങ്ങളൊക്കെ വേണ്ടേ. മറ്റന്നാളാണല്ലോ സംക്രാന്തി. അപ്പൊ ഇന്ന് ചിലപ്പോ കൂട്ടുണ്ടാവില്ല ഞങ്ങൾക്ക്. ഉപ്പേരി, മുതിരപ്പേരി. പിന്നെ അത് മുതിര വേവിച്ചിട്ട് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മുതിരപ്പേരിയുടെ. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്നറിയോ, ഉള്ളി മുളകും കുത്തിയിട്ട് ഇതിൽ ലേശം ഇത് കൂട്ടിയിട്ട് ചോറുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ്, അന്നേരം കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതാവുന്നു ഞങ്ങളുടെ കറി. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ചെറിയ വിശേഷങ്ങള്. അപ്പൊ ചെറിയ വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും നാളെ വരും. ടാറ്റാ.